ഹലോ, വെൽക്കം ബാക്ക്. നമ്മളെ കല്യാണത്തിൻ്റെ തേർഡ് ഡേ ആണ് കേട്ടോ. ഇന്നാണ് നിക്കാഹ് ഫംഗ്ഷൻ നടക്കുന്നത്. കൊണ്ടോട്ടി എയർപോർട്ട് ഗാർഡനിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അവിടെ എത്തി. ഇന്ന് ബ്ലൂ തീമിലാണ് കേട്ടോ നമ്മളെ ഡ്രസ് കോഡ് ഉള്ളത്. വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് നമ്മൾ അകത്തേക്ക് വരെ. സ്റ്റേജൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഡെക്കോറേറ്റ് ചെയ്തിട്ടുണ്ട്. മാഷാഅല്ലാഹ് 11 മണിയായപ്പോഴേക്കും ചെക്കനും ടീമൊക്കെ എത്തി. ഇനി നിക്കാഹ് ഫംഗ്ഷനാണ്. നമ്മളെ സാരി ബേബിയൊക്കെ നിക്കാഹ് കാണാൻ വേണ്ടിയിട്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിക്കാഹിൻ്റെ സ്പീച്ച് സ്റ്റാർട്ടായി. കുറുവങ്ങാട് മർഹൂം KC മുഹമ്മദ് കോയ സാഹിബ് മകൻ മുഹമ്മദ് ബഷീർ സാഹിബ് മകൾ ജുനാഹിറ ബഷീർ തമ്മിൽ ഇൻഷാ അല്ലാഹ് വിവാഹം കഴിക്കാൻ പോവുകയാണ്. ഒരാഭരണം മനോഹരമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. വിവാഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഘോഷമല്ല, ആർഭാടമല്ല, അതൊരു പുണ്യകർമ്മമാണ്. നിക്കാഹ് ഫംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ നമ്മൾ നിക്കാഹ് കഴിഞ്ഞ ഒരു സന്തോഷത്തിന് എല്ലാവരുടെ അടുത്തും സ്വീറ്റ്സും നട്ട്സും കാരയ്ക്കും അങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇനി നമ്മളെ പെണ്ണിൻ്റെ എൻട്രി ആണ്. അപ്പോൾ പെണ്ണ് സ്റ്റേജിലേക്ക് വന്നിട്ട് വേണം മഹർ കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും അതിന് വെയിറ്റ് ചെയ്യാണ്. ചെക്കൻ്റെ ഫാമിലി അതേപോലെ തന്നെ പെണ്ണിൻ്റെ ഫാമിലിയും കൂടെ സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്തു. നമ്മളെ മക്കളെ മറ്റൊരു ഫാമിലിയിലേക്ക് പറഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവം തന്നെയായിരിക്കും. ഇത്രയും കാലം നമ്മളെ കൂടെ നിന്ന ഒരാൾ നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞു വെക്കുന്നത്. ഓരോ പെൺകുട്ടികൾ കയറി ചെന്നിരുന്ന ഫാമിലിയിലും അവരുടെ തന്നെ മക്കളായിട്ട് കാണാനുള്ള ഇത് അവിടുത്തെ പേരൻസിനും ഉണ്ടാവട്ടെ. അതാണ് ഏറ്റവും വലിയ ഹൈർ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അൽഹംദുലില്ലാഹ് എല്ലാ സന്തോഷത്തോടു കൂടി അവരുടെ ഫാമിലിയുടെ കൂടെ നിൽക്കാനുള്ള മനസ്സുണ്ടാവും. ചെക്കൻ്റെ വീട്ടിൽ നിന്നുള്ളവരൊക്കെ ഫംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി മഹർ കെട്ടുന്ന ചടങ്ങാണ്. അപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ സ്റ്റേജിലുണ്ട്. രണ്ട് ഫാമിലിൻ്റെയും പ്രസൻസിൽ തന്നെ മഹർ കെട്ടലൊക്കെ കഴിഞ്ഞു. മാഷാഅല്ലാഹ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷമാണ്. ഇനി അങ്ങോട്ടുള്ള അവരുടെ ലൈഫിലും ഇതേ ഹാപ്പിനെസ്സോട് കൂടി തന്നെ പോകാൻ നമ്മളെല്ലാവരും ദുആ ചെയ്യുക. പിന്നെ എവിടെ പോയാലും നമുക്ക് ഫുഡാണല്ലോ മെയിൻ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ബൊഫേ കൗണ്ടറാണുള്ളത്. നമ്മളവിടെ പോയിട്ട് ബ്രോസ്റ്റ് അതേപോലെ 2 ടൈപ്പ് റൈസ്, ബീഫ് ഫ്രൈ ഇതാണുള്ളത്. നമ്മൾ ഫുഡൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് പിന്നെ നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഡെസേർട്ടാണല്ലോ. അത് പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. നമുക്ക് ഐസ്ക്രീം, ക്യാരറ്റ് പുഡിങ്, അതേപോലെ ഗോതമ്പ് അലീസ, പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കോട്ടൺ ക്യാൻഡിയും അതേപോലെ പോപ്കോണൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് ഫംഗ്ഷന് വന്ന ആളുകളൊക്കെ കുറച്ച് പോയി നമ്മൾ ഫാമിലി പിക്സ് എടുക്കാൻ വേണ്ടി വന്ന് പിന്നെ നമ്മളെല്ലാ ഫാമിലിയും കൂടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ കല്യാണ വിശേഷങ്ങളുള്ളത്. ഇത് അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. എല്ലാവരും ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക.